സുഹൃത്തുക്കളെ, ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഒമ്നി ഫ്ലാഷ് മോഡൽ ഉപയോഗിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ഫ്ലോയിൽ ഗൂഗിൾ ഒമ്നി ഫ്ലാഷ് മോഡൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കാത്തിരുന്ന ഗൂഗിൾ ഫ്ലോയിലേക്ക് ജെമിനിയുടെ ഒമ്നി ഫ്ലാഷ് മോഡൽ എത്തിക്കഴിഞ്ഞു. വെറും ഒരു വീഡിയോ ജനറേഷൻ എന്നതിലുപരി നമ്മൾക്കിനി AI സംസാരിച്ച് നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരേ ക്യാരക്ടറിനെ വെച്ച് പല സീനുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ഇതിനെല്ലാം പുറമെ ഒരു AI ഏജൻറ്റ് കൂടി ഇപ്പോൾ ഫ്ലോയിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗൂഗിളിൻ്റെ 2026 IO ഇവൻറ്റിലെ സ്റ്റാർ ആയിട്ടുള്ള ഗൂഗിൾ ഫ്ലോയുടെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒമ്നി ഫ്ലാഷ് മോഡലിനെ കുറിച്ചും അതിൻ്റെ ഉള്ളിലെ ഫ്ലോ ഏജൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഉള്ളിൽ തന്നെ വൈബ് കോഡിങ് വന്നിട്ടുണ്ട്, അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. പിന്നെ AI വീഡിയോ ക്രിയേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ AI വീഡിയോ ക്രിയേഷൻ്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുന്ന ഒരു കോഴ്സാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് നിങ്ങൾക്കത് പറഞ്ഞു തരും ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഉള്ളിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹിഗ്സ് ഫീൽഡ്, അതുപോലെ സി ഡാൻസ് 2.0 ഇതൊക്കെ നമ്മൾ കവേർഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിലബസിൻ്റെ ഉള്ളിൽ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ ഫ്ലോയിൽ വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റ്സും ഗൂഗിളിൻ്റെ ഈ ഒരു ഒമ്നി മോഡലും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പല യൂസ് കേസസ് നിങ്ങൾക്കത് യൂസ് ചെയ്യാം, ഇതെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ ഉള്ളിൽ കവേർഡ് ആണ്. ഇപ്പോൾ നമ്മുടെ സിലബസ് നമ്മൾ അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൂഗിളിൻ്റെ IO 2026 ഇവൻറ്റിലാണ് ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ഗൂഗിൾ അനൗൺസ് ചെയ്തത്. ഗൂഗിൾ ഫ്ലോ നമ്മളെല്ലാവരും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. വിയോ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുപോലെ ഗൂഗിൾ ഫ്ലോ വെച്ചിട്ടും VO 3 വെച്ചിട്ടൊക്കെ ഒത്തിരി വീഡിയോസ് എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട 4 മാറ്റങ്ങളാണ് ഇപ്പോൾ ഗൂഗിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലോയുടെ ഇൻ്റർഫേസ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഗൂഗിള്. അപ്പോൾ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിൽ ഒന്നെന്ന് പറയുന്നത് ജെമിനി ഒമ്നി ഫ്ലാഷ് മോഡലാണ്. ഇതൊരു പുതിയ മൾട്ടി മൊഡാൽ വീഡിയോ മോഡലാണ്. രണ്ടാമത് ഫ്ലോ ഏജൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു AI കോ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫ്ലോ ഏജൻറ്റിനെ. മൂന്നാമത്തത് ഫ്ലോ ടൂൾസ് ആണ്. കോഡിംഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു യൂസ് കേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ വീഡിയോയിലോ ഫോട്ടോയിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. വൈബ് കോഡിംഗ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലോ ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൂൾ ബിൽഡ് ചെയ്യാം. കോഡിംഗ് അറിയണം എന്നൊന്നും ഒരാവശ്യവുമില്ല. നാലാമത്തത് മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ്രോയിഡിൽ ബീറ്റ വേർഷനായിട്ട് ഇപ്പോൾ ഈ ഒരു നമുക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോയുടെ മൊബൈൽ ആപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തേത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെമിനി ഒമ്നി ഫ്ലാഷ് മോഡലാണ്. ഇതിനെ ഗൂഗിൾ തന്നെ വിളിക്കുന്നത് നാനോ ബനാന ഫോർ വീഡിയോ എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാനോ ബനാന നമുക്കറിയാം എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജിൽ നമുക്ക് ഒരു കോൺവെർസേഷണൽ രീതിയിൽ നമുക്ക് അതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുത്താൻ പറ്റും എന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെയാണ് ജെമിനി ഒമ്നി ഫ്ലാഷ് മോഡലിനെ ഗൂഗിൾ നാനോ ബനാന ഫോർ വീഡിയോ എന്ന് പറയുന്നത്. ജെമിനി ഒമ്നി ഫ്ലാഷ് മോഡലിൻ്റെ 5 പ്രധാനപ്പെട്ട കഴിവുകൾ എന്ന് പറയുന്നത് തന്നെ ഒന്ന് മൾട്ടി മൊഡാൽ ഇൻപുട്ടാണ്. നമുക്കൊരു ഫോട്ടോയും അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് ഈ ഒരു മോഡലിന് പറ്റും. അതാണ് നമ്മൾ മൾട്ടി മൊഡാൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് കോൺവെർസേഷണൽ എഡിറ്റിംഗ് ആണ്. നമ്മൾ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ചേഞ്ചസ് നമ്മൾ നാനോ ബനാനയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നാൽ അതിൽ വേണ്ട എഡിറ്റ്സ് നമുക്ക് നോർമലായിട്ട് നമ്മളൊരു ആളുടെ അടുത്ത് പറയുന്ന പോലെ നമുക്കൊരു കോൺവെർസേഷൻ രീതിയിൽ നമ്മൾ വേണ്ട എഡിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് തരും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു ജെമിനി ഒമ്നി ഫ്ലാഷ് മോഡൽ. നമുക്കിനി വീഡിയോസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ഉള്ളിൽ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ അവിടെ ഒരു ട്രീ വേണം, അല്ലെങ്കിൽ അതൊരു സൺസെറ്റ് ആക്കണം എന്നൊക്കെ നമ്മൾ ജസ്റ്റ് കോൺവെർസേഷൻ ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ്
ചെയ്ത് കിട്ടും. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതത്ര പോസിബിൾ അല്ല. നമ്മളൊരു വീഡിയോ ജനറേറ്റ് ചെയ്തു, ഇനി അതിൽ നമുക്കൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ പുതിയൊരു വീഡിയോ ജനറേഷൻ പ്രോംപ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ടായിരിക്കും അത് ജനറേറ്റ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് വീഡിയോയിൽ തന്നെ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ജെമിനി ഓംനി ഫ്ലാഷ് മോഡലിൻ്റെ ഉള്ളിൽ അതും പോസിബിൾ ആണ്. മൂന്നാമത്തത് ക്യാരക്ടർ കൺസിസ്റ്റൻസി ആണ്. ഒരേ ക്യാരക്ടറിനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോസ് ആളുടെ ഫേസ് മാറാതെ തന്നെ ജനറേറ്റ് ചെയ്യാം. അതും നമുക്ക് വിയോയിൽ പോസിബിൾ അല്ലായിരുന്നു. ഒരുവിധം നമുക്ക് ജനറേറ്റ് ചെയ്യാമായിരുന്നു പ്രോംപ്റ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റെഫറൻസ് ഇമേജ് ഒക്കെ കൊടുത്തിട്ട്. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ചേഞ്ചസ് വരുമായിരുന്നു. പക്ഷേ ഈ ഒരു മോഡൽ വെച്ചിട്ട് ക്യാരക്ടറിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, വീഡിയോസ് ജനറേറ്റ് ചെയ്ത് തരും. നാലാമത്തത് ബെറ്റർ വേൾഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ജെമിനി മോഡലിൻ്റെ ഒരു കേപ്പബിലിറ്റീസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും ബാക്കിയുള്ള നാച്ചുറൽ കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലാവാനായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിനും കിട്ടിയിട്ടുണ്ട്. അതാണ് ജെമിനി ഓംനി ഫ്ലാഷ് മോഡലാണല്ലോ. അതുകൊണ്ട് തന്നെ ഫിസിക്സും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗ്ലാസ് വീണ് പൊട്ടുന്നതോ അല്ലെങ്കിൽ ഒരു കാറ്റ് വീശുന്നത്, വെള്ളം മൂവ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഫിസിക്സ് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ സിന്ത് ID വാട്ടർമാർക്കാണ് വീഡിയോ AI ഉണ്ടാക്കിയതാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സിന്ത് ID വാട്ടർമാർക്ക് നമ്മൾ ഈ ഒരു ജെമിനി ഓംനി ഫ്ലാഷ് മോഡൽ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഉണ്ടായിരിക്കും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വീഡിയോ AI ജനറേറ്റഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സിന്ത് ID വാട്ടർമാർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് AI ജനറേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. ജെമിനി വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഗൂഗിൾ പ്ലാറ്റ്ഫോം വെച്ച് അല്ലെങ്കിൽ ഗൂഗിൾ ഫ്ലോയോ ജെമിനി ഓംനി ഫ്ലാഷ് മോഡൽ, നാനോ ബനാന, ഇങ്ങനെയുള്ള ഗൂഗിളിൻ്റെ മോഡലുകൾ ഏത് വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജസിലും വീഡിയോസിലും ഈ ഒരു സിന്ത് ID വാട്ടർമാർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ആ ഒരു വീഡിയോയോ ഫോട്ടോയോ AI ജനറേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമലായിട്ട് നമ്മൾ ഗൂഗിൾ ഫ്ലോയിൽ വരുന്ന URL തന്നെ വരിക. അവിടെ വരുമ്പോൾ നമ്മൾക്കിവിടെ ഇമേജസ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ വീഡിയോസ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, സീൻസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വൈബ് കോഡിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് ഉണ്ട് നമ്മുടെ വീഡിയോ ഈ ഒരു ഫ്ലോൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തു, എനിക്ക് ആ വീഡിയോ ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കുള്ള ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആഡ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പല ഫോർമാറ്റ്സിൽ വേണം ആ ഒരു ആഡിൻ്റെ വീഡിയോ വേണ്ടത്, ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൂളിന് വേണ്ടിയുള്ള റിക്വയർമെൻറ്റ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, വൈബ് കോഡ് ചെയ്ത് നമുക്കൊരു ടൂൾ ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൂളിലേക്ക് നമ്മുടെ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പല ഫോർമാറ്റ്സിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ടൂളുകൾ അതിന് യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മൾ വേറെ ഒരു ആപ്ലിക്കേഷനിൽ പോയി, നമുക്കറിയാം വൈബ് കോഡിങ് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ അതിലൊന്നും പോയി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വൈബ് കോഡ് ചെയ്തിട്ട് പല ടൂൾസും ആപ്ലിക്കേഷൻസും ഒക്കെ ബിൽഡ് ചെയ്യാം. നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോസും ഇമേജസും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പല റിക്വയർമെൻറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോയുടെ മുകളിൽ നമുക്ക് ടെക്സ്റ്റ് ഓവർലേസ് കൊടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയുള്ള ടൂൾ വേണമെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ പല ടൂളുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ വീഡിയോ ജനറേഷൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നമ്മൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും മൊത്തത്തിൽ ഇൻ്റർഫേസ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ അടുത്ത ഇവിടെ ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞ് കാണാം, അതെന്താണെന്ന് ഞാനൊന്ന് ലാസ്റ്റ് പറയാം. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, വോയിസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം, അവതാർസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള
പേജ് മോഡ് എനേബിൾഡ് ആണ്. പേജ് മോഡ് എനേബിൾ അല്ലെങ്കിൽ നമുക്കിവിടെ ഇമേജ് വേണോ വീഡിയോ വേണോ എന്നുള്ളത് കൊടുക്കാം. ഫ്രെയിംസ്, സ്റ്റാർട്ട് ഫ്രെയിമും എൻഡ് ഫ്രെയിം നമുക്ക് നേരത്തെ വ്യൂയിലുള്ള കാര്യങ്ങളായിരുന്നു. ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റേഷ്യോ 9:16 16:9 നമുക്ക് ചൂസ് ചെയ്യാം. എത്ര നമ്പർ ഓഫ് വീഡിയോസ് ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണിത്. ഇനി ഇതാണ് നമ്മളുടെ ലേറ്റസ്റ്റ് മോഡൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒംനി ഫ്ലാഷ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മോഡൽ. ബാക്കിയൊക്കെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന VO3യുടെ മോഡലുകളാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ്, 6 സെക്കൻഡ്സ്, 8 സെക്കൻഡ്സ്, 10 സെക്കൻഡ്സ് വീഡിയോസ് വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസാണ് ക്യാരക്ടർ കൺസിസ്റ്റൻസി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ക്യാരക്ടേഴ്സിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ അപ്ലോഡ്സിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലോഡ് മീഡിയ കൊടുത്തിട്ട് ഏതാണോ ഒരു നിങ്ങളുടെ ഇമേജ്, ആ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഓക്കെ, എന്നിട്ട് ആ ഇമേജിന് നമ്മൾക്ക് ഒരു പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ടു പ്രോംപ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാരക്ടർ അവിടെ നമ്മൾക്ക് കിട്ടി. ഇനി ഈ ക്യാരക്ടറിനെ റെഫറൻസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാരക്ടറിനെ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സിൽ വന്നിട്ട് ഈ ന്യൂ ക്യാരക്ടർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് വേണ്ട ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ വേണം എന്ന് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നാനോ ബനാന 2 നാനോ ബനാന പ്രോ മോഡലും ഉണ്ട്. അത് നമുക്ക് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇനി നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ വീഡിയോസിൽ കണ്ടതിലും വീഡിയോസിൽ നമുക്ക് ആഡ് ചെയ്ത പോലെ തന്നെ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് പോസിബിൾ ആണ്. ഇനി ഞാനിപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ക്യാരക്ടറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അലീഷ എന്ന് പറഞ്ഞ് ഞാൻ ക്യാരക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഷോ എന്ന് വേണ്ടിയിട്ട് നമ്മൾ @ കൊടുക്കുക. @ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, അലീഷ എന്ന് പറയുന്ന ക്യാരക്ടറെ നമുക്ക് കിട്ടി. എന്നിട്ട് ഈ ഒരു പ്രോംപ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഷോ ദ ക്യാരക്ടർ വാക്കിംഗ് ത്രൂ എ പാർക്ക് ഡ്യൂറിങ് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജനറേറ്റ് ചെയ്യാം. ഇവിടെ ഒരെണ്ണം ജനറേറ്റ് ചെയ്താൽ മതി. ഈ ഒരു റേഷ്യോ സെറ്റ് ചെയ്ത് കൊടുക്കുക. മോഡൽ നിങ്ങൾ ഓംനി ഫ്ലാഷ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഇവിടെ ജനറേറ്റ് ആവട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു സെയിം ക്യാരക്ടറിനെ റെഫറൻസ് ആക്കി കൊടുത്തിരുന്ന ഒരു പ്രോംപ്റ്റാണിത്. അതായത് ഒരു ആസ് ആൻ ആസ്ട്രോനട്ട് ഈ ഒരു ക്യാരക്ടർ വാക്കിംഗ് ത്രൂ മാർസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്ന വീഡിയോസാണിതെല്ലാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ നടക്കുന്ന സമയത്തുള്ള ഡസ്റ്റ് മൂവ്മെൻറ്റ് പോലും വളരെ കറക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ജെമിനി മോഡലിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു എക്സലൻസും കൂടി ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. എങ്ങനെയാണോ ഫിസിക്കലി അല്ലെങ്കിൽ ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ ഇൻ റിയാലിറ്റി ഈ സാധനങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു നടക്കുന്ന സമയത്ത് ആ പൊടി മൂവ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ നടന്നു വരുന്ന സമയത്ത് ആ ഷൂവിൻ്റെ പാടുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഗൂഗിൾ ഫ്ലോയിൽ ഗൂഗിൾ ഒംനി ഫ്ലാഷ് മോഡൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വീഡിയോ ജനറേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡയലോഗും കൂടി കൊടുക്കാനായിട്ടാണ് ഈ ഒരു ഇത് ജനറേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഒംനി ഫ്ലാഷ് മോഡൽ ഉപയോഗിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ഫ്ലോയിൽ ഗൂഗിൾ ഒംനി ഫ്ലാഷ് മോഡൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ആ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ് ഈ ഒരു ഇമേജ് ആയിരുന്നു. അപ്പം അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളായിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല.
അത് ചേഞ്ച് ചെയ്യാതെ തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോസ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് പോലത്തെ കാര്യങ്ങൾ ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്കിവിടെ എഡിറ്റ്സിൽ പറഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ്സിൽ പറഞ്ഞു കൊടുക്കാം. അതാണ് ഈ ഒരു ഒമിനി ഫ്ലാഷ് മോഡലിൻ്റെ മറ്റൊരു പ്രത്യേകത. വീഡിയോയുടെ ഉള്ളിലുള്ള എഡിറ്റുകൾ നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മൾക്ക് കുറച്ച് പക്ഷികൾ പറക്കണത് വേണം ഇതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ബെഞ്ച് വേണം ആ പാർക്കിൻ്റെ ഉള്ളിൽ, ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടി പിള്ളേർ അവിടെ കളിക്കുന്നത് കാണിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ്സ് പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് ആഡ് ബെഞ്ച് ഇൻ ദ പാർക്ക് ആൻഡ് ആഡ് സം കിഡ്സ് പ്ലേയിങ് ഇൻ ദ പാർക്ക്. നമുക്കിത് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ സെയിം വീഡിയോയിൽ തന്നെ ആ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും വരുത്തി നമുക്ക് തന്നിട്ടുണ്ട്. ബെഞ്ച് ആഡ് ചെയ്തു, കുട്ടികൾ കളിക്കുന്നതും ആഡ് ചെയ്തു. ഇത് തന്നെയാണ് ഈ ഒരു ഒമ്നി ഫ്ലാഷ് മോഡലിൻ്റെ കോൺവെർസേഷണൽ എബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്താണോ വീഡിയോയിൽ ചേഞ്ച് വരുത്തേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മൾ നാനോ ബനാന യൂസ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇമേജസിൽ ചേഞ്ച് കൊണ്ട് തരുമായിരുന്നു. ആ സെയിം ഫീച്ചറാണ് ഇവരിപ്പോൾ ഗൂഗിള് ഈ ഒരു ഒമ്നി ഫ്ലാഷ് മോഡലിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആ ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത വീഡിയോ ഗുഡായിരുന്നു. ആ വീഡിയോയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ബെഞ്ചും ഇതും ആഡ് ചെയ്യണം. ആ വീഡിയോയ്ക്ക് ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇത് കണ്ടോ, ബെഞ്ച് ആഡ് ചെയ്തു, അതുപോലെ കുട്ടികൾ കളിക്കുന്നതും ആഡ് ചെയ്തു. നേരത്തെ നമുക്കുണ്ടായിരുന്ന വീഡിയോയിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇവിടെ കുട്ടികൾ കളിക്കുന്നതും ബെഞ്ചും ആഡ് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ഒന്ന് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ കമ്പാരിസണായിട്ട് കാണിക്കാം കേട്ടോ രണ്ട് വീഡിയോസും. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത് തന്ന വീഡിയോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടികളും ഇതും ഒന്നുമില്ല, ബെഞ്ചും ഒന്നുമില്ല നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ. നമ്മൾ രണ്ടാമത് ജനറേറ്റ് ചെയ്ത വീഡിയോ ആണിത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ എഡിറ്റിങ് പറഞ്ഞിരുന്നു ഇത് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബെഞ്ചും പിള്ളേരെയും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ മറ്റൊരു ഫീച്ചർ. നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടും ഇതുപോലെ തന്നെ എഡിറ്റിങ് ചെയ്യാനായിട്ട് പറയാനായിട്ട് പറ്റും. ആ വീഡിയോയുടെ ഉള്ളിൽ വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആ വീഡിയോയുടെ ഉള്ളിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും, കോൺവെർസേഷണൽ രീതിയിൽ തന്നെ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഏജൻറ്റ് മോഡ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഏജൻറ്റ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ഡയറക്ടർ വർക്ക് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. ഇപ്പം നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വിയോയുടെ ഉള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു പ്രോംപ്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബോർഡ് റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് ChatGPT എടുത്തോ ജെമിനി എടുത്തൊക്കെ പോയി പറഞ്ഞിട്ട് അത് നമുക്ക് ഒരു സ്റ്റോറി ബോർഡ് തരും. അതിനെ നമ്മൾ സീൻ ബൈ സീനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ പ്രോംപ്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് ആ ഓരോ പ്രോംപ്റ്റുകളെ ഫ്ലോയുടെ ഉള്ളിൽ വിയോ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ആക്കി മാറ്റുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ഏജൻറ്റ് മോഡ് വന്നതോടുകൂടി തന്നെ ആ ഒരു സ്റ്റോറി ബോർഡ് ക്രിയേഷനും നമ്മൾക്ക് ഫ്ലോയുടെ ഉള്ളിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഈ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് വേണ്ടത്. ഈ ഒരു ക്യാരക്ടറിനെ ഞാൻ ചൂസ് ചെയ്യാണ്. ഓക്കെ, ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറയാണ് I am running a modest fashion brand. Suggest 3 video concept using ഈ ഒരു particular character. Using the character in the reference as a model to showcase our new collection of silk hijabs. പ്രൊവൈഡ് ദ പ്രോംപ്റ്റ്സ് ഫോർ ഓംനി ഫ്ലാഷ് എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് എനിക്കൊരു 3 വീഡിയോ കൺസെപ്റ്റ്സ് വേണം പുതിയൊരു ഹിജാബ് ഞാൻ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ മോഡലിനെ വെച്ചിട്ടാണെന്ന് നമ്മൾ പറയുകയാണ്. നമ്മൾ ഏജൻറ്റ് മോഡ് എനേബിൾ ആക്കിയിട്ടുണ്ട്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളിതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് ഇവിടെ നമ്മൾക്ക് 3 ഡിസ്റ്റിങ്ക്റ്റ് വീഡിയോ കൺസെപ്റ്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന്
ഓപ്പൺ ആക്കിയാൽ കാണാനായിട്ട് പറ്റും. കൺസെപ്റ്റ് 1 തന്നിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് ഫാഷൻ ഫിലിം. നമ്മുടെ ക്യാരക്ടറിന് ഹൈ ആൻഡ് മിനിമലിസ്റ്റ് സ്റ്റുഡിയോ. ഷീ ഈസ് വെയറിങ് എ ഷിമ്മറിങ് എമറാൾഡ് ഗ്രീൻ സിൽക്ക് ഹിജാബ് ദാറ്റ് ക്യാച്ചസ് എ ഗോൾഡൻ അവർ. അതുപോലെ തന്നെ അടുത്തതൊരു എഡിറ്റോറിയൽ മോഡേൺ urban ഫാഷൻ എഡിറ്റോറിയൽ സ്റ്റൈല്. അതുപോലെ തന്നെ ഒരു നേച്ചർ ഷോക്കേസ് എന്നുള്ള രീതിയിൽ 3 ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കൺസെപ്റ്റാണ് ഇനി ജനറേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചൂസ് ചെയ്തു. നമുക്ക് ഇതിനകത്ത് ചാറ്റ് ചെയ്ത് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം 10 സെക്കൻഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നെങ്കിൽ അപ്രൂവ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് അതും പറയാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ല, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഇപ്പോൾ ആ ഒരു എൻ്റെ കയ്യിൽ ആ പെർട്ടിക്കുലർ സിൽക്ക് ഹിജാബ് എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു എക്സാക്റ്റ് പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഇ-കൊമേഴ്സ് ബ്രാൻഡ് ഓണറോ അല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് വീഡിയോസും അതുപോലെ UGC കണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്യാരക്ടർ കൺസിസ്റ്റൻസി എത്ര സൂപ്പറായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഡെയിലി എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നതും ഒക്കെ ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അപ്രൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുവാണ്. നമ്മളുടെ വീഡിയോ ഒന്ന് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസ് കേസസ് എല്ലാം നമ്മളുടെ കോഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾക്കിവിടെ പറയൽ ഡിഫിക്കൾട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കൺസെപ്റ്റ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്, ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിലും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പല യൂസ് കേസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊന്നും പോസിബിൾ അല്ല. നമ്മൾ ChatGPTയുടെ അടുത്തൊക്കെ പോയി നമ്മളുടെ ഐഡിയാസ് പറഞ്ഞ് നമുക്ക് കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേണം ആഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഏജൻറ്റ് വന്നതോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജനറേറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ഹിജാബ് വെച്ചിട്ടുള്ള വീഡിയോ നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പ്രൊഡക്റ്റും കൂടി ഉണ്ടെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ വെച്ച് ജനറേറ്റ് ആയി കിട്ടും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു കളർ മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഇത് ജനറേറ്റ് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് നമുക്കിവിടെ അവതാർസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അവതാർ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഫേസ്, വോയിസ്, അതുപോലെ തന്നെയുള്ള നമ്മളൊരു സെൽഫി വീഡിയോ എടുത്തിട്ട് നമുക്ക് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു അപ്ഡേറ്റിൽ ഗൂഗിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങളൊക്കെ എന്തൊക്കെ വീഡിയോസാണ് ക്രിയേറ്റ് ചെയ്തത്, ഏതൊക്കെ ഫീച്ചേഴ്സ് യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.